ഹരി താഴേക്ക് ചെന്നു അവൻ പുറത്ത് ഗാർഡനിൽ നിന്ന് ഫോൺ ചെയ്യുന്നതാണ് കണ്ടത്. അവൻ നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഓഫ് ചെയ്ത് വെച്ചു. ഹാ, നീ എന്താ ഈ കാണിക്കുന്നത്? അവൻ ചോദിച്ചതും ഹരി അവനെ രൂക്ഷമായിട്ട് നോക്കി. നീ എന്താ എന്നെ നോക്കി പേടിപ്പിക്കാൻ വന്നാണോ? എന്താ നിന്റെ ഉദ്ദേശം? അമ്മന്റെ ചോദ്യത്തിന് മറുപടി അറിയാതെ അവൻ തിരികെ ചോദിച്ച് അവനൊന്നും മനസ്സിലാവാതെ അവനെ സൂക്ഷിച്ചു നോക്കി. ദച്ചുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിലിപ്പോ ഇത്ര ഉദ്ദേശിക്കാൻ എന്താ ഉള്ളത്? ഡാ കോപ്പേ, നീ അതിനെ എന്തു പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുവാടാ. ഞാനൊന്ന് അടുത്തേക്ക് എന്നപ്പോഴത് പേടിച്ച് ഓടുക. ഹരി ദേഷ്യത്തോട് ചോദിച്ചത് അവനൊന്ന് ചിരിച്ചു. നിന്നോട് നിന്ന് കിണിക്കാനല്ല പറഞ്ഞേ. ആ കൊച്ചിന്റെ കാര്യത്തിൽ നീ എന്ത് തീരുമാനം എടുക്കുന്ന? എന്ത് തീരുമാനം? അവൾ ഇവിടെ നിൽക്കും എനിക്കൊപ്പം. എത്ര നാൾ? ജീവിതകാലം മുഴുവൻ. നിനക്ക് പ്രാന്താണ് അമ്മൻ. ഇങ്ങനെയാണോ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്? അതെ, അവൾ എനിക്കൊരു പ്രാന്ത് തന്നെയാണ് ഹരി. ഒരു നിമിഷം പോലും വിട്ടുപിരിയാൻ പറ്റാത്തത്രയും പ്രാന്ത്. ഇതെത്ര നാളിങ്ങനെ പോവാമൻ? ആ കൊച്ചിന് നിന്നോടുള്ള പ്രണയമല്ല, പേടിയാണ്. ഐ നോ, ബട്ട് ഐ ഡോണ്ട് കെയർ. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എൻ്റെ പ്രണയമാണ്. ജീവിതകാലം മുഴുവൻ അവൾ എനിക്കൊപ്പം വേണം. ഞാനല്ലാതെ അവൾക്ക് മറ്റൊരവകാശം വേണ്ട. ഡാ, പക്ഷെ അത് നടക്കുമോ? എത്ര നാൾ അവൾ നിനക്ക് എന്നെ പിടിച്ചിർത്താൻ കഴിയും? എന്നെങ്കിലും അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാ? അങ്ങനെ അവൾ രക്ഷപ്പെടില്ല. അവസരം കിട്ടിയാൽ പോലും അവൾ ഇവിടുന്ന് പോവില്ല. അതിനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം. ഹരിയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നോക്കിയതും ഗ്ലാസ് ഡോറിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത്. അവൻ കണ്ടു എന്ന് മനസ്സിലായതും അവൾ അവിടുന്ന് പിന്തിരിഞ്ഞ് നടന്നു. ഒരു നിമിഷം അങ്ങോട്ട് നോക്കി നിന്നിട്ട് ഒരു പുഞ്ചിരിയോടെ അവനകത്തേക്ക് നടന്നു. ദച്ചുവിന്റെ വീണ്ടുമുറ്റത്തെത്തിയതും ദേവുവിന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അസ്വസ്ഥത നിറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ ഒരു കല്യാണം നടക്കേണ്ടിരുന്ന വീടാണ് ഇപ്പോൾ മരണ വീടായത്. 2 വർഷം മുമ്പ് ഇവിടേക്ക് വരുമ്പോൾ എല്ലാവരും എന്ത് സന്തോഷത്തോടെയാണ് തന്നെ സ്വീകരിച്ചത്. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. കാറിൽ നിന്നിറങ്ങിയതും അവൾ അവിടേക്കൊന്ന് നോക്കി. കല്യാണത്തിനായുള്ള പന്തൽ കെട്ടിയിരിക്കുന്നു. മഴ പെയ്ത് തോർന്നുകൊണ്ട് തന്നെ മുറ്റമൊക്കെ കരിയില വീണ് ആകെ വൃത്തികേടായി കിടക്കുന്നു. അവർ പതി അകത്തേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു. കിച്ചണിൽ നിന്നും കാപ്പിയിട്ട് ആമിക്കും താരമുഖം കൊടുക്കാനായി കൊണ്ടുപോകുമ്പോഴാണ് ഗൗരി കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നത്. കയ്യിലിരുന്ന കാപ്പി ടേബിളിൽ വെച്ചിട്ട് അവൾ പോയി ഡോറ് തുറന്നു. ആരാ? മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ നോക്കി അവൾ ചോദിച്ചത്. അയാൾ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. ഗൗരി. അപ്പോഴാണ് പിന്നിലായി നിൽക്കുന്ന ദേവുവിനെ അവൾ കാണുന്നത്. ദേവു? അവൾ വിളിച്ചതും ദേവു വന്ന് അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഗൗരി എന്നാ വന്നത്? 2 ദിവസം മുമ്പ്. അല്പസമയത്തിന് ശേഷം അവൾ ഇന്ന് മാറിക്കൊണ്ട് ദേവു ചോദിച്ചത് ഗൗരി മറുപടി പറഞ്ഞു. ഇത് മാളു. മനസ്സിലായി, ദച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവരെ കുറിച്ച്. അത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും മുഖം വാടിയിരുന്നു. ഹലോ, ഞാൻ ആരോ. ഹായ്, ഇതെൻ്റെ ഏട്ടൻ ആദിദേവ്. ഇത് മറ്റൊരേട്ടൻ മാനു. മനുവേട്ടൻ ഞങ്ങളുടെ കോളേജിൻ്റെ MD ആണ്. ഹായ്. ഹായ്. ആരോ പരിചയപ്പെടുത്തിയതും അവൾ അവരെ നോക്കി ഹൃദ്യമായൊരു പുഞ്ചിരി നൽകി. എല്ലാവരും അകത്തേക്ക് വാ, അപ്പച്ചി ആമി കിടക്കുക. മാമൻ ദച്ചുവിൻ്റെ കാര്യത്തിനായി പോയിരിക്കുക. അവൾ അവരകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ മറ്റാരും ഇല്ലേ? അകത്തേക്കായിരുന്നതിനിടെ ആദ്യം ചോദിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു, ഓരോരുത്തരായിട്ട് പോയി. എൻ്റെ അച്ഛനും വയ്യാതെ കിടക്കുക, അതുകൊണ്ട് അമ്മ കുറച്ചു മുമ്പ് വീട്ടിലേക്ക് പോയി. എല്ലാവരും ഇരിക്കും, ഞാൻ കുടിക്കാനെടുക്കാം. ഒന്നും വേണ്ടടാ, ഞങ്ങൾക്ക് ആമിയും അമ്മയൊന്ന് കാണണം. ഗൗരി പറഞ്ഞതും മാളു അവളോട് പറഞ്ഞു. അവരകത്ത് കിടക്കുക, വരൂ. ഗൗരി അവരോട് പറഞ്ഞുകൊണ്ട് അകത്തെ മുറിയിലേക്ക് നടന്നു. അവളുടെ പിന്നാലെയായി ഓരോരുത്തരായി അകത്തേക്ക് നടന്നു. അപ്പോഴാണ് ഏറ്റവും പിന്നിലായി നടന്ന മനു ചുമരിലായി വെച്ചിരുന്ന ദച്ചുവിൻ്റെ ആമിയുടെയും ഫോട്ടോ കാണുന്നത്. ഒരു നിമിഷം അവൻ അതിലേക്ക് നോക്കി നിന്നു. അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ച് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അവൻ അകത്തേക്ക് നടന്നു. മുറിക്കകത്തേക്ക് കയറിയതും ചുമരിലേക്ക് ചാരിയിരുന്ന് മയങ്ങുന്ന ദച്ചുവിൻ്റെ അമ്മയെയും അവരുടെ മടിയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെയുമാണ് അവർ കണ്ടത്. അപ്പച്ചി. ഗൗരി അടുത്തേക്ക് ചെന്ന് വിളിച്ചതും അവർ കണ്ണു തുറന്ന് നോക്കി. അപ്പച്ചി, ഇവർ ദച്ചുവിൻ്റെ കോളേജിൽ നിന്ന് വന്നവരാ. താരമ്മയോടായി ഗൗരി പറഞ്ഞതും അവർ വിതുമ്പലോട് അവരെ നോക്കി. അവരുടെ കരച്ചിൽ കേട്ട് ആമി ഞെട്ടലോട് എഴുന്നേറ്റു. അമ്മേ, എന്താ അമ്മേ, ചേച്ചി വന്നോ? ആമി ചോദിക്കുന്ന കേട്ടതും ആ അമ്മ കരച്ചിലോടെ അവളെ മുറുകെ പുണർന്നു. അത് കണ്ടു നിൽക്കാനാവാതെ മനുവും ആദ്യം ആരോ പുറത്തേക്ക് ഇറങ്ങി. അല്പസമയം അവിടെ അവരോടൊപ്പം ചെലവഴിച്ച ശേഷം അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്ക് ആ വീടുമായി അവർക്ക് വല്ലാത്തൊരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. രാത്രിയിൽ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നും തെരുവിന്റെ ലൈറ്റിന്റെ ഭംഗി നോക്കുകയായിരുന്നു ദച്ചു.
ആ ദൃശ്യഭംഗി കാണുമ്പോൾ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് അവൾക്ക് ഓർമ്മ വന്നത്. അച്ഛൻ്റെ ഇരു കൈയും പിടിച്ച് താനും മാമിയും കൂടി ഉത്സവപ്പറമ്പ് മുഴുവൻ കറങ്ങി നടക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, കടകളിൽ കയറി വളയും പൊട്ടും ചാന്തുമൊക്കെ വാങ്ങുന്നൊക്കെ ഓർത്തു. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുനീർ പൊടിഞ്ഞു. ഇപ്പം അവരൊക്കെ എന്ത് ചെയ്യുകയായിരിക്കും? തന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും തൻ്റെ ആമി. അവളിപ്പോൾ ഈ ചേച്ചി ഓർത്ത് കരഞ്ഞ് തളർന്നിട്ടുണ്ടാവും. ഓരോന്നും ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മേഡം, പെട്ടെന്നാണ് പിന്നിൽ നിന്ന് സ്നേഹയുടെ വിളി കേട്ടത്. ഭക്ഷണം എടുത്തു വെച്ചു മേഡം. അവൾ തിരിഞ്ഞു നോക്കിയെന്നും സ്നേഹ പറഞ്ഞു. അവളൊന്നും പറയാതെ അകത്തേക്ക് കയറി വന്നു. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലെങ്കിലും അവൾ കുറച്ചൊക്കെ കഴിച്ചു. ഇല്ലെങ്കിൽ രാവിലത്തെ പോലെ അമൻ കഴിപ്പിക്കും. അവനെ ഭയന്ന് അവൾ ഭക്ഷണം കഴിച്ചു. ഇത്തവണ ആഘോഷങ്ങളൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നു. എന്താഘോഷം? പുറത്തേക്ക് നോക്കി സ്നേഹ പറഞ്ഞു ദച്ചു ചോദിച്ചു. നാളെ വിനായക ചതുർത്ഥിയല്ലേ, അതിൻ്റെ ആഘോഷമാണ്. സ്നേഹ ദച്ചുവിനെ നോക്കി പറഞ്ഞു. നോർത്തിലൊക്കെ ഇത് ഭയങ്കര ആഘോഷമാണ്. നാളെ എല്ലാവരും പുറത്തായിരിക്കും. തെരുവിലൊക്കെ ആളുകൾ നിറയും. ഗണപതിയുടെ പ്രതിമ കടലിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യും. അങ്ങനെ വലിയ ആഘോഷം നാളെ. ദച്ചു സംശയത്തോടെ നോക്കുന്നുണ്ട്. സ്നേഹ വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പം നാളെ ഇവിടുന്നും എല്ലാവരും പോവോ? പോവും. അമൻ സാറും ഹരിസാറൊക്കെ ഈവനിങ് ഫംഗ്ഷൻ കാണാനാവും പോകുന്നു. ജോലിക്കാരൊക്കെ രാവിലെ പോവും. ദച്ചു ചോദിച്ചു. സ്നേഹ പറഞ്ഞു. എല്ലാ ജോലിക്കാരും പോവോ? മിക്കവരും ഇവിടുത്തുകാരല്ലേ, അതുകൊണ്ട് പോവും. സംശയത്തോട് ദച്ചു വീണ്ടും ചോദിച്ചു. സ്നേഹ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു. ശേഷം എല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. സ്നേഹ പറഞ്ഞു കേട്ടതും ദച്ചുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൾ എഴുന്നേറ്റ് ഗ്ലാസ് ഡോറിലൂടെ പുറത്തേക്ക് നോക്കി. നഗരം മുഴുവൻ പകൽ പോലെ വെളിച്ചു നിറഞ്ഞു നിൽക്കുന്നു. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ബെഡിൽ പോയി കിടന്നു. പതിയെ അവളുടെ കണ്ണുകൾ നിദ്രയെ പുൽകി. ദച്ചുറങ്ങി കുറച്ച് സമയത്തിന് ശേഷം അമൻ അകത്തേക്ക് കയറി വന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി വന്ന ശേഷം അവൻ ലാപ്പും എടുത്ത് ദച്ചുവിനടുത്തായി വന്നിരുന്നു. ലാപ്ടോപ്പ് കോട്ടിൻ്റെ സൈഡിലായി വെച്ച ശേഷം അവൻ ദച്ചുവിൻ്റെ അരികിലായി നീങ്ങിയിരുന്നു. ശേഷം അവളുടെ തലമുടിയിലൊന്ന് തലോടി നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അല്പസമയം അവളെ ചേർത്ത് പിടിച്ച് കിടന്ന ശേഷം അവൻ പതിയെ എഴുന്നേറ്റ് ബ്ലാങ്കറ്റ് എടുത്ത് അവൾക്ക് മൂടി കൊടുത്തു. അധികം വൈകാതെ തന്നെ എൻ്റെ നെഞ്ചോരം ചേർന്ന് തന്നെ എൻ്റെ കൊച്ചു കിടക്കും. അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അപ്പോഴും ദച്ചു ഇതൊന്നും അറിയാതെ ആ സുഖമുള്ള നിദ്രയിലായിരുന്നു. രാവിലെ ആരുടെയൊക്കെയോ ബഹളം കേട്ടുകൊണ്ടാണ് ദച്ചു എഴുന്നേറ്റത്. ഡോറ് തുറന്നു നോക്കിയതും ജോലിക്കാരൊക്കെ ഓരോ ജോലിയിൽ ഏർപ്പെടുന്നതായിരുന്നു. അവൾ അവരൊക്കെ നോക്കിയ ശേഷം അവൾ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. അല്ലെങ്കിലും ആ റൂം വിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. അവൾ പതിയെ ബാൽക്കണിയിൽ ഇറങ്ങി പുറത്തേക്ക് നോക്കി. തെരുവ് മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ ജന്മം നടക്കില്ല. രക്ഷപ്പെടണം. അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. മേഡം. അപ്പോഴേക്കും സ്നേഹ ഫുഡുമായി വന്ന് വിളിച്ചു. അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അമൻ മുറിയിലേക്ക് കയറി വന്നു. പെട്ടെന്ന് അവനെ കണ്ടതും അവൾ പേടിയോടെ പിന്നിലേക്ക് മാറി. ഓഫീസിൽ പോകുന്നതിനായി ഫോർമൽ ഡ്രസ്സിലായിരുന്നു അവൻ. അവൻ സ്നേഹം നോക്കിയതും അവൾ പാത്രങ്ങളുമായി പുറത്തേക്ക് നടന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഓരോ ചൂടുകളായി വെച്ചതും ദച്ചു അതിനനുസരിച്ച് പിന്നിലേക്ക് നടന്നു. ചുമരിൽ തട്ടി നിൽക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അവൾ മുഖമുയർത്തി നോക്കി. അപ്പോഴേക്കും അമൻ അവളുടെ മുന്നിലെത്തിയിരുന്നു. അവളുടെ ഇരുവശത്തും കൈകൾ വെച്ച് അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവൾ മുഖം കുനിച്ച് നിന്നു. അല്പസമയം കഴിഞ്ഞ് അവളുടെ ഇരുകവളിലും കൈകൾ വെച്ച് മുഖം കുനിച്ച് അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. അവൻ പോയി കഴിഞ്ഞതും അവളുടെ കണ്ണുകളിൽ നിന്നും നീർമുത്തുകൾ പൊഴിഞ്ഞ് താഴേക്ക് പതിച്ചു. റൂമിൽ ടെൻഷനോടെ നടക്കുകയാണ് ദച്ചു. അമൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു, കൂടെ ഹരിയും. എങ്ങനെയൊന്ന് പുറത്തു കിടക്കും? അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ജനൽ വഴി പുറത്തേക്ക് നോക്കി. തെരുവ് മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ കൂട്ടത്തിൽ താൻ പെട്ടാൽ ഭാഷ പോലും അറിയില്ല. എങ്ങനെയെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തണം. അതിനിവിടുന്ന് ആദ്യം പുറത്തിറങ്ങണം. പക്ഷെ എങ്ങനെ? അവളുടെ മനസ്സിലേക്ക് ഇന്നലെ സ്നേഹ പറഞ്ഞത് ഓർമ്മ വന്നു. ഈ വീടിൻ്റെ മെയിൻ ഗേറ്റ് എപ്പോഴും ക്ലോസ് ആയിരിക്കും. മാത്രമല്ല സെക്യൂരിറ്റിയുമുണ്ട്. വീടിന് ചുറ്റും എപ്പോഴും സെക്യൂരിറ്റി കറങ്ങി നടക്കുന്നുണ്ടാവും, കൂടാതെ അയാളുടെ ഗാർഡ്സും. പിൻവശത്തൊരു ചെറിയ ഗേറ്റ് ഉണ്ടെന്ന് അവൾ സ്നേഹ പറഞ്ഞത് ഓർത്തു. എങ്ങനെയെങ്കിലും ഗേറ്റ് കടന്നു കിട്ടിയാൽ രക്ഷപ്പെടാം. അവൾ അതും ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. മേഡം. സ്നേഹ അകത്തേക്ക് വന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. മേഡം വരുന്നോ? താഴെ നിന്ന് ഘോഷയാത്ര പോകുന്ന കാണാം. അവൾ ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞാനില്ല, താൻ പോയി കണ്ടോളൂ. അയ്യോ, മേഡം വരാതെ ഞാൻ പോവില്ല. ദച്ചു താല്പര്യമില്ല പറഞ്ഞു. സ്നേഹ മറുപടി കൊടുത്തു. അതെന്താ? അത് മേഡത്തെ തനിച്ചാക്കരുതെന്ന് സാറിൻ്റെ ഓർഡറുണ്ട്. സ്നേഹ പറഞ്ഞു കേട്ട് ദച്ചു ചോദിച്ചതും സ്നേഹ അതിന് മറുപടി പറഞ്ഞു. അത് കേട്ടതും ദച്ചുവിന് അപകടം മണത്തു. ഇവളിവിടെ നിന്നാൽ തനിക്കൊരിക്കലും പുറത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവളിവിടെ നിന്ന് മാറ്റിയേ പറ്റൂ.
അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സ്നേഹയോടായി പറഞ്ഞു. ഈ മുറിയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാനിവിടെ ഇരുന്നോളാം, താൻ പോയി കണ്ടോ? വേണ്ട മേഡം, സാറ് ഞാൻ എന്നെ ജീവനോടെ കത്തിക്കും. ദച്ചു പറഞ്ഞു കേട്ട് അവൾ ഒരൽപ്പം പേടിയോടെ പറഞ്ഞു. അത്രയ്ക്ക് ദുഷ്ടനാണോ അയാൾ? സ്നേഹയുടെ മുഖത്തെ പേടി കണ്ട് ദച്ചു ചോദിച്ചു. ദേഷ്യം വന്നാൽ സാർ പിന്നെ ചെകുത്താനാ, എന്താ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ മേഡം എന്ന് വെച്ചാൽ ജീവനായിട്ടോ. അവൾ ആദ്യം ഒരു അല്പം ഭയത്തോടെ അതിനുശേഷം ഒരു കുസൃതിയോടെ ദച്ചുവിനോട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു. സ്നേഹ, എനിക്കൊന്ന് കിടക്കണം, താൻ പോയിക്കോളൂ. കുറച്ച് സമയത്തിന് ശേഷം അവൾ പോകുന്നില്ലെന്ന് കണ്ട് ദച്ചു പറഞ്ഞു. അത് മേഡം റെസ്റ്റ് എടുത്തോളൂ, ഞാനിവിടെ ഇരുന്നോളാം. ദച്ചുവിനെ ഒറ്റക്കാക്കിയാലുള്ള അമ്മൻ്റെ പ്രതികരണം ഓർത്ത് സ്നേഹ പറഞ്ഞു. വേണ്ട, എനിക്ക് തനിച്ചിരിക്കണം, താൻ പോയിക്കോ. അത് മേഡം. ഒന്നും പറയണ്ട, ആരും അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ താൻ വന്നാൽ മതി. പിന്നെയും പോവാൻ കൂട്ടാക്കാത്തവളെ നോക്കി പറഞ്ഞുകൊണ്ട് ദച്ചു വാതിലിനടുത്തേക്ക് നടന്നു. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും സ്നേഹ പുറത്തേക്ക് നടന്നു. അവൾ പുറത്തിറങ്ങിയതും ദച്ചു വാതിലടച്ച് ബോൾട്ടിട്ടു. ഓഫീസിലിരിക്കുമ്പോഴും അമ്മൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. പലതവണ അവൻ മൊബൈലെടുത്ത് വീട്ടിലെ CCTV ഫുട്ടേജ് നോക്കി. ആകെ ഒരു ടെൻഷൻ, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ഫീല്. അവൻ ഡ്രോയറിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ലൈറ്റർ കത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡോറ് തുറന്ന് ഹരി അകത്തേക്ക് കയറിയത്. ദാ മീറ്റിംഗിന് സമയമായി. അതും പറഞ്ഞുകൊണ്ട് അമനെ നോക്കിയിരിക്കുമ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന സിഗരറ്റ് ഹരി കാണുന്നത്. എന്താടാ, എന്തുപറ്റി? അവൻ സിഗരറ്റ് പിടിച്ചെടുക്കുന്ന കണ്ട് ഹരി വെപ്രാളത്തോടെ ചോദിച്ചു. കാരണം അവനറിയാം, അത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ സിഗരറ്റ് വലിക്കാറുള്ളൂ. ഏയ് ഒന്നുമില്ലടാ, എന്തോ വല്ലാത്ത ടെൻഷൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇന്നത്തെ മീറ്റിംഗ് ഓർത്താണോ? അവൻ പറഞ്ഞു. ഹരി ചോദിച്ചു. ഏയ് ഞാൻ ശിവയുടെ കാര്യം ഓർത്താ. നീ വാ, ടൈമായില്ലേ? അതും പറഞ്ഞ് ഹരിയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവൻ മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. ഒന്നാലോചിച്ച് നിന്നിട്ട് അവൻ്റെ പിന്നാലെ ഹരിയും പോയി. തെരുവിൽ വിഘ്നേശ്വര പ്രതിമ തോളിലേറ്റി ആളുകൾ ആടി തിമിർക്കുന്നു. ദച്ചു കുറച്ച് സമയം അവരെ നോക്കി നിന്നു. ശേഷം പതിയെ നടന്നിന്ന് റൂമിന്റെ ഡോർ തുറന്നു. അവൾ അവിടെ നിന്ന് കണ്ണുകൾ കൊണ്ട് അവിടെ മൊത്തത്തിലൊന്ന് നോക്കി. ഹാളിലും പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല. അവൾ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു. അവൾ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനനുസരിച്ച് ഭക്തിഗാനത്തിന്റെ ശബ്ദവും കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അവൾ താഴെത്തിയപ്പോഴേക്കും പുറത്തുനിന്നും ഭക്തിഗാനങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. അവൾ അവിടെ നിന്നും പുറത്തേക്ക് നോക്കി. ഹാളിൽ നിന്നും പുറത്തേക്കുള്ള മെയിൻ റോഡിനരികിലായി സ്നേഹം നിന്ന് ഘോഷയാത്ര ആസ്വദിക്കുന്ന അവൾ കണ്ടു. അവൾ ശബ്ദമുണ്ടാക്കാതെ പതിയെ വലത് സൈഡിലേക്ക് പോയി. അവൾ നടക്കുന്നതിനനുസരിച്ച് ഭക്തിഗാനം അവളുടെ ചെവിയിലായി അലയടിച്ചുകൊണ്ടിരുന്നു. ഉയർന്നു കേൾക്കുന്ന പാട്ടിന്റെ ശബ്ദം കൊണ്ടും എല്ലാവരുടെയും ശ്രദ്ധ ഘോഷയാത്രയിലായതുകൊണ്ടും അവൾ നടന്നുപോയത് ആരും അറിഞ്ഞിരുന്നില്ല. ഒരുപാട് മുറികളുള്ള ആ വീട്ടിൽ എങ്ങോട്ട് പോയാൽ പുറത്തിറങ്ങാൻ കഴിയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. വലതുവശത്തെ പാസേജ് വഴി മുന്നോട്ട് നടന്നു അവൾ കിച്ചന്റെ ഭാഗത്ത് എത്തിയിരുന്നു. വാതിലിന്റെ അടുത്ത് നിന്ന് അവൾ അകത്തേക്ക് നോക്കിയതും സെർവന്റ് നിന്ന് പാചകം ചെയ്യുന്ന കണ്ടു. അവൾ ശബ്ദം കേൾപ്പിക്കാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങി ചെന്നും സെക്യൂരിറ്റി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നെഞ്ചിൽ കൈവച്ച് നിന്നു. അയാൾ തിരിഞ്ഞു നിന്നുകൊണ്ടും പുറത്തുനിന്നുള്ള പാട്ടിന്റെ ശബ്ദം കൊണ്ടും അവൾ വന്നത് അയാൾ അറിഞ്ഞില്ല. അവൾ പതിയെ സൈഡിലായുള്ള ഇടുങ്ങിയ ഭാഗത്ത് ഒളിച്ചു. ഫോൺ ചെയ്തുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് നടന്നു. അവൾ ഇരുകൈകൾ കൊണ്ടും വായു പൊത്തിപ്പിടിച്ച് അവിടെ കുനിഞ്ഞിരുന്നു. അല്പസമയത്തിന് ശേഷം അനക്കമൊന്നും കാണാതായതും അവൾ തലയുയർത്തി നോക്കി. അപ്പോൾ അയാൾ ഗേറ്റിനടുത്തേക്ക് നടന്നു പോകുന്നതാണ് അവൾ കണ്ടത്. അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പിൻവശത്തേക്ക് നടന്നു. വീടിന്റെ പിൻഭാഗത്തായി നിന്നുകൊണ്ട് അവൾ ആ പരിസരം മൊത്തം വീക്ഷിച്ചു. ചുറ്റിനും ഉയർത്തിക്കെട്ടിരിക്കുന്ന മതിലിന്റെ ഒരു സൈഡിലായി ഒരു ചെറിയ ഗേറ്റ്. അവൾ അതിവേഗം അങ്ങോട്ടേക്ക് ഓടി. ഗേറ്റിനടുത്തെത്തി പെട്ടെന്ന് തന്നെ അവൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. എന്നാൽ പുറത്തേക്ക് ഓടുന്നതിനിടയിൽ കഴുത്തിൽ കിടന്ന ഷോൾ ഗേറ്റിലായി കുരുങ്ങി. അതിൽ നിന്നും ഷോൾ എടുക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും അതിനവൾക്ക് സാധിച്ചില്ല. ആരെങ്കിലും വരുമോ എന്ന ഭയം കാരണം അവൾ അത് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. കുറച്ചു സമയം ഘോഷയാത്ര ആസ്വദിച്ചതിന് ശേഷം സ്നേഹ പതി അകത്തേക്ക് നടന്നു. ദച്ചുവിന്റെ റൂമിന്റെ മുമ്പിൽ ചെന്ന് ഡോറിൽ മുട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് അവൾ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ചു തുറന്നു. അകത്ത് ദച്ചുവിനെ കാണാതെ അവൾ വാഷ്റൂമിലും ബാൽക്കണിയിലൊക്കെ ചെന്ന് നോക്കി. ഒരിടത്തും ദച്ചുവിനെ കാണാതെ ആയതും അവൾ പരിഭ്രമത്തോട് താഴേക്ക് ഓടി. താഴെ ചെന്ന് മാനേജരോടും മറ്റുള്ളവരോടും പറഞ്ഞതും അവരെല്ലാവരും കൂടെ അവിടെ മുഴുവൻ നോക്കാൻ തുടങ്ങി. എന്നാൽ ഒരിടത്തും ദച്ചുവിനെ കാണാൻ കഴിയാഞ്ഞതും ഓരോരുത്തരുടെയും ഉള്ളിലും ഭയം നിറയാൻ തുടങ്ങി. സ്നേഹ, താൻ മേഡത്തിന്റെ കൂടെ തന്നെയാണ് നിന്ന്? അതെ, പക്ഷെ കുറച്ചു സമയം മുമ്പ് മേഡം തനിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ റൂമിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മാനേജർ ചോദിച്ചതിന് സ്നേഹ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരൻ ഒരാൾ അവരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് വന്നു. സർ, ഈ പീസിലെ ഗോഡ് കെ പാസ് മില. അയാൾ ദച്ചുവിന്റെ ഷോൾ മാനേജറുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈശ്വര, ആ കുട്ടി റോഡിലേക്ക് ഇറങ്ങി തിരക്കിനിൽ കണ്ടിട്ടാൻ പോലും പ്രയാസമാണ്. എന്താ ചെയ്യുക?
ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ പുറത്തേക്ക് പോയി അന്വേഷിക്കൂ. അയാൾ അവിടെ നിന്ന എല്ലാ ജോലിക്കാരോടുമായി പറഞ്ഞു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? സാററിഞ്ഞ എല്ലാവരെയും പച്ചക്ക് കത്തിക്കും. അവരൊക്കെ പോയി കഴിഞ്ഞതും അയാൾ ആത്മകഥം പോലെ പറഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യും സാർ? എനിക്ക് പേടിയാവുന്നു. അയാൾ പറഞ്ഞു കേട്ട് സ്നേഹ ഭയത്തോടെ പറഞ്ഞു. പേടിക്കാതെ കുട്ടി, നമുക്ക് നോക്കാം. എന്തായാലും സാറിനെ വിളിച്ച് പറയണം. അയാൾ അതും പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലേക്ക് എടുത്തു. ദച്ചുവിന് രക്ഷപ്പെടാൻ സാധിക്കുമോ? തുടരും.